എല്ലാ ബന്ധങ്ങളുടെയും ഭാഗമാണ് തർക്കങ്ങളും വഴക്കുകളും. ചിലപ്പോൾ അത് തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുകയും ആളുകളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എപ്പോഴും ഇത്തരത്തിൽ ആണ് പെരുമാറുന്നത് എങ്കിൽ അത് പ്രശ്നമാകും. ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഴപിരിയാത്ത അടുപ്പം കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ പല ബന്ധങ്ങളിലും കാലക്രമേണ ഈ അടുപ്പം നഷ്ടപ്പെടുന്നു. ചില ബന്ധങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അവഗണിക്കുകയോ സ്നേഹം കുറയുന്നതായോ തോന്നിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സൂചനകൾ ഞാൻ ഇവിടെ പറയുകയാണ്. അവരുടെ ചില പെരുമാറ്റത്തിലൂടെ ഇത് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന 9 സൂചനകൾ ഇതാ. അതിലൊന്നാമത്തേത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കാതെ, നിങ്ങളുടെ ഭർത്താവ് തയ്യാറാകാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ സൂചനയാണ്. ഭർത്താവിന് നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും കുറയുന്നതിന്റെ ലക്ഷണമായി ഇതിനെ കണക്കാക്കാം. രണ്ടാമത്തെ കാരണം, വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുന്നു. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും കുറഞ്ഞു വരുന്നു എന്നതാണ്. മൂന്നാമത്തേത്, പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങളുടെ ഭർത്താവ് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ കണ്ടെത്തി നിങ്ങളെ വിമർശിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതൊരു സൂചനയാണ്. പങ്കാളിയെ എങ്ങനെ ഒഴിവാക്കാം? അവർ എല്ലായ്പ്പോഴും ഒരു അവസരം കണ്ടെത്തുന്നു. നാലാമത്തെ സൂചന, സംസാരിക്കാൻ വിമുഖത കാട്ടുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയോ സംസാരം പലപ്പോഴും വിരസമായി തീരുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ബന്ധത്തിന്റെ ആയുസ് കുറവായിരിക്കും. സന്തുഷ്ടരായ ദമ്പതികൾ അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. പൊരുത്തക്കേടുകളുള്ള ഒരു ബന്ധത്തിൽ പങ്കാളികൾ തമ്മിലുള്ള സംസാരം അസ്വവും വിരസവുമായിരിക്കും. ഭർത്താവ് നിങ്ങളെ അവഗണിക്കുന്നതിന്റെ സൂചനയാണ് സംസാരിക്കാൻ അവർ കാണിക്കുന്ന വിമുഖത. അഞ്ചാമത്തെ സൂചനയാണ് ലൈംഗികതയിൽ താല്പര്യക്കുറവ്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയാണിത്. ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗികാഭിലാഷം കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ശാരീരിക ബന്ധത്തിലെ താല്പര്യക്കുറവ് ദാമ്പത്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ആറാമത്തെ സൂചനയാണ് നിങ്ങളോട് അകാരണമായി ദേഷ്യപ്പെടുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് അകാരണമായി ദേഷ്യപ്പെടാറുണ്ടോ? എന്തു കാര്യത്തിനും നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ? എങ്കിൽ ഇതെല്ലാം നിങ്ങളോട് അവർക്കുള്ള താല്പര്യക്കുറവിന്റെ സൂചനയായി കണക്കാക്കാം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് തുടർച്ചയായി ദേഷ്യപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ദാമ്പത്യത്തിന് നല്ല സൂചനയല്ല. നിരന്തരമായ ദേഷ്യം ശാരീരികമോ വൈകാരികമോ ആയ പീഡനങ്ങളിലേക്ക് കാലക്രമേണ വഴിമാറിയേക്കാം. ഏഴാമത്തെ സൂചനയാണ് അവർ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്നു. ദാമ്പത്യത്തിന്റെ തുടക്കത്തിൽ പങ്കാളികൾ പരസ്പരം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ തുടക്കത്തിൽ അനുഭവപ്പെട്ട പുതുമയും ആവേശവും വികാരങ്ങളും പതിയെ കുറയാൻ തുടങ്ങും. വിരസത ഒരു പരിധിവരെ സാധാരണമാണെങ്കിലും നിങ്ങളുടെ ഇണയോടൊപ്പം സമയം ചിലവഴിക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഭർത്താവ് നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്നില്ലെങ്കിലോ അവർ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിലോ നിങ്ങളുടെ ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാം. നിങ്ങളോടുള്ള അടുപ്പം കുറയുന്നതിന്റെ സൂചനയായി ഇത് കണക്കാക്കാം. എട്ടാമത്തെ സൂചനയാണ് വിശ്വാസക്കുറവ്. ബഹുമാനം പോലെ തന്നെ ഒരു നല്ല ബന്ധത്തിന്റെ അടിത്തറയാണ് വിശ്വാസവും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം
വിശ്വസിക്കാത്തപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം പ്രശ്നത്തിലായേക്കാം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സദാസമയം സംശയിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവിന്റെയോ അവഗണനയുടെയോ ലക്ഷണമായി കണക്കാക്കാം. 9ാമത്തെ സൂചനയാണ് ബഹുമാനമില്ലായ്മ. ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ടു നീങ്ങാൻ പങ്കാളികൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കണം. നിങ്ങളുടെ ഇണയുമായി എല്ലായ്പ്പോഴും യോജിക്കേണ്ടതില്ലെങ്കിലും നിങ്ങൾ അവരുടെ മൂല്യങ്ങളെയും കഴിവുകളെയും ബഹുമാനിക്കണം. ദാമ്പത്യത്തിന്റെ അടിത്തറയാണ് പരസ്പര ബഹുമാനം. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നില്ലെങ്കിലോ എല്ലായ്പ്പോഴും തരം താഴ്ത്തുന്നുവെങ്കിലോ അത് നിങ്ങളോടുള്ള അടുപ്പം കുറയുന്നതിന്റെ സൂചനയാണ്.